കോഴിക്കോട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആന വിരണ്ടോടിയ സംഭവത്തിൽ മരിച്ചവരുടെ വീട്ടിൽ സന്ദർശനം നടത്തി വനമന്ത്രി കെ ശശീന്ദ്രൻ. സംഭവത്തിൽ നിയമപരമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. നാട്ടാന പരിപാലന ചട്ടത്തിൽ വീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് മന്ത്രി പ്രതികരിച്ചു. അതേസമയം BNS 194 വകുപ്പ് പ്രകാരം 194 വകുപ്പ് പ്രകാരം സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഇതിൽ ഈ നാട്ടാന പരിപാലനത്തിൽ ഗുരുതരമായ ലംഘനം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി അവിടെ സന്ദർശിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? രജനി, തീർച്ചയായും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായി എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് ADMO വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ആനയ്ക്ക് ചങ്ങല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായിരുന്നു, എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ പീതാംബരൻ എന്ന് പറയുന്ന ആനയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വിരണ്ടോടുന്ന, അതായത് പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു സ്വഭാവം ഈ ആനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റാനകളുടെ കൂടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാറില്ല എന്നത് തന്നെയാണ് ADM സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. പക്ഷേ മറ്റാനകളുടെ കൂടെയാണ് ഈ എഴുന്നള്ളിപ്പിന് പീതാംബരനെ നിർത്തിയത് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ മരിച്ച ആളുകളുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ അവർക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുകയുടെ കാര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റികൾ തീരുമാനിച്ച് ഇൻഷുറൻസ് മറ്റും നൽകുമെന്നൊരു കാര്യം തന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ക്ഷേത്ര ഭാരവാഹികളും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായോ അതോ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഉത്സവം നടക്കുമ്പോൾ വെടിക്കെട്ട് എന്നൊരു ആചാരം തന്നെ ഈ ക്ഷേത്രത്തിൽ ഇല്ല. പക്ഷെ ആഘോഷത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ നിന്നും അതായത് ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള വരവേൽക്കുന്ന, അതായത് രണ്ട് സ്ഥലത്തു നിന്നും വരവ് വരുന്നുണ്ട്, ദേവിയുടെ എഴുന്നള്ളിപ്പ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗം ഉണ്ടായത്. ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നല്ല ആ തരത്തിലുള്ള കരിമരുന്ന് പ്രയോഗം ഉണ്ടായത് എന്ന് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരും പറയുന്നത് വേണ്ട കാര്യങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം മരിച്ചവരുടെ ആളുകൾക്ക് ഈ പണം. എന്തായാലും കൊയിലാണ്ടിയിൽ ആന വിരണ്ടോടിയ സംഭവത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. ഈ മരിച്ചവരുടെ വീടും ഒപ്പം ക്ഷേത്ര പരിസരവും ഒക്കെ തന്നെ മന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. ഏതായാലും കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോഴും ഈ ട്രസ്റ്റ് അംഗങ്ങളടക്കം, ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളടക്കം ഉറച്ച നിലപാടിൽ തന്നെയാണ്. എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് നടപ്പിലാക്കിയത്. ഉത്സവം വെടിക്കെട്ട് അമ്പലത്തിൽ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ വീണ്ടും പറയുന്നു. ഇന്നലെയും ഇക്കാര്യം തന്നെയാണ് ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.